1960 മുതൽ പാർക്കിൻസൺസ് രോഗികളുടെ ജീവിതത്തിൽ സംഭവിച്ച മാറ്റങ്ങൾ സംഭവിച്ച ഏറ്റവും വലിയ കണ്ടുപിടുത്തം ലിവോഡോപ്പ എന്ന മരുന്നിൻ്റെ ആവിർഭാവം ആ സമയത്താണ് ഉണ്ടാകുന്നത്. ജീവിത ദൈർഘ്യം കുറയുന്ന രോഗമല്ല പാർക്കിൻസൺസ് രോഗമെങ്കിലും ജീവിതത്തിൻ്റെ നിലവാരം മാറ്റിമറിക്കുന്ന ഒരു കണ്ടീഷനാണ് പാർക്കിൻസൺസ് ഡിസീസ്. അപ്പം മരുന്ന് ചികിത്സ കൊണ്ട് മാത്രം ഇത് ശരിയാക്കാൻ സാധിക്കുകയില്ല എന്നുള്ളത് വർഷങ്ങളായി യൂറോളജിസ്റ്റുകളും സയൻറ്റിഫിക് സമൂഹവും മനസ്സിലാക്കുന്നൊരു കാര്യമായിരുന്നു. അതിനൊരു രണ്ടാം വരവുണ്ടായത് ഈ 1990കളുടെ അവസാന ഭാഗത്താണ്. ആ സമയത്ത് മൂവ്മെൻറ്റ് ഡിസോർഡർ ഫെലോഷിപ്പ് ചെയ്യാനും മൂവ്മെൻറ്റ് ഡിസോർഡറിന് വേണ്ടി പാലിഡോട്ടമി എന്ന പഴയ ശസ്ത്രക്രിയ പക്ഷേ അതിൻ്റെ നൂതന രൂപത്തിൽ വരികയും അതിൻ്റെ ഒരു പ്രൈമറി ഇൻവെസ്റ്റിഗേറ്റർ ആ സർജറിയുടെ ഫലം കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ ട്രയലിൻ്റെ സീനിയർ ഇൻവെസ്റ്റിഗേറ്ററായിട്ട് അതിൽ പ്രവേശിക്കാനും ആ പഠനം നടത്താനും അത് ബ്രെയിൻ എന്ന ന്യൂറോളജിയിലെ ഏറ്റവും വലിയ ജേർണൽ അത് പബ്ലിഷ് ചെയ്യാനും ഒക്കെ സാധിച്ചു.